നീ ഇത് ചരിച്ച്. ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഇതൊരു കണ്ടന്റ് വ്ളോഗാണ്. അതായത് ഞാനിത് കണ്ടന്റ് എടുക്കാൻ വേണ്ടി മലപ്പുറത്ത് നിന്ന് കണ്ണൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് ഈ ഓരോ ഐറ്റംസ് കയ്യിൽ കിട്ടിയാലും നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റാറില്ല. എല്ലാം നേരെ മേക്ക് ചെയ്ത് കസ്റ്റമറിന് നേരെ കൊറിയർ ചെയ്യാം. സമയം കിട്ടാറില്ല. അതുകൊണ്ട് നമ്മുടെ ഷോപ്പിലോട്ട് വരുത്തിക്കാറില്ല. നേരെ കസ്റ്റമറിന് കൊറിയർ ചെയ്യാം. അപ്പോൾ നമുക്ക് അധികം പുതിയ ഐറ്റംസ് ഒക്കെ കിട്ടുകയാണെങ്കിലും നമുക്ക് അങ്ങനെ വീഡിയോസ് കാര്യങ്ങൾ എടുക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഫിക്സിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ വീഡിയോസ് ഇത് ഫിക്സ് ചെയ്ത് വെച്ചതിന്റെ വീഡിയോസോ അങ്ങനെ ഒന്നും എടുക്കാൻ പറ്റാറില്ല. അപ്പോൾ ഇതൊരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ കസ്റ്റമേഴ്സ്, ഇപ്പോൾ അസ്മാഉലുസ്നെ വാങ്ങിയ 2 കസ്റ്റമേഴ്സ് അവരുടെ വീട്ടിലേക്ക് വീഡിയോസ് എടുക്കാൻ വേണ്ടി ക്ഷണിച്ചെന്ന് ഞാനും ജസ്റ്റ് ചോദിച്ചു, നമുക്ക് വീഡിയോസ് എടുക്കാൻ വന്നോട്ടെ, നമുക്ക് ഈ സാധനങ്ങൾ കാണാൻ കിട്ടാറില്ല, അപ്പോൾ ഒന്ന് വന്നോട്ടെ എന്നൊക്കെ ചോദിച്ച്. അപ്പോൾ അവര് വന്നോളാൻ പറഞ്ഞു. അപ്പൊ കണ്ടന്റ് എടുക്കാൻ വേണ്ടി മാത്രം ഞാൻ മലപ്പുറത്ത് നിന്ന് കണ്ണൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ നാട് ശരിക്കും എറണാകുളമാണ്. പക്ഷെ മലപ്പുറത്ത് ഞാൻ വന്ന് നിൽക്കണത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ ഒരു വെയർ ഹൗസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോസിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ മലപ്പുറത്ത് കോട്ടക്കൽ ഭാഗത്തായിട്ടാണ് വെയർ ഹൗസ് സ്റ്റാർട്ട് ചെയ്യണത്. ഫർണിച്ചർ എല്ലാം ഐറ്റംസും ഇമ്പോർട്ടഡ് ഫർണിച്ചേഴ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വെയർ ഹൗസ് ആണ്. അപ്പൊ അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ കോട്ടക്കൽ സ്റ്റേ ആണ്. കോട്ടക്കൽ വീടെടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ അതിന്റെ ഇടയിൽ നമുക്കൊരു ടൈം കിട്ടിയപ്പോൾ നമ്മൾ ഈ കണ്ണൂര് വീഡിയോസ് കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇതില് വീഡിയോസ് കാണിച്ചത് 2 വീട്ടിലാണ് നമ്മൾ പോകുന്നത്. അസ്മാഉലുസ്ന ഫിറ്റ് ചെയ്ത സ്ഥലമാണ്. അപ്പോൾ അസ്മാഉലുസ്ന കസ്റ്റമേഴ്സ് ആണ്, ഹാപ്പി കസ്റ്റമേഴ്സ് ആണ്. അപ്പോൾ അവരുടെ കുറച്ച് വീഡിയോസ് കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ 2 വ്ളോഗ്, ചിലപ്പോൾ 2 വ്ളോഗായിട്ടായിരിക്കും ഇടുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഒറ്റ വ്ളോഗായിട്ട് 2 വീടും കാണിച്ചിട്ട് അപ്പോൾ അവരുടെ ഒരു ഹോം വ്ളോഗ് പോലെ ഞാൻ സെറ്റ് ചെയ്ത്. ശരി, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലൊക്കേഷനിലെത്തിയേക്കാണ്. കൊടപ്പറമ്പ കണ്ണൂര്, അവിടെയാണ് ഈ സ്ഥലം വരുന്നത്. അപ്പോൾ ഞാൻ ആ വീട്ടിലേക്ക് പോകാനായിട്ട് അവിടെ വഴിയിലെന്തോ ഭയങ്കര നല്ല മഴയായിട്ട് കാറ്റും അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ വീട്ടിലോട്ട് പോകാനൊന്നും വഴിയിൽ മരമൊക്കെ ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ അതുകൊണ്ട് വണ്ടി അവിടെ പാർക്ക് ചെയ്ത് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. എന്നിട്ട് ഞാൻ വീട്ടിൽ ചെന്നിട്ട് കുറച്ച് സാധനങ്ങൾ നമ്മളവിടെ ചെയ്തിട്ടുണ്ട്. അത് കാര്യങ്ങൾ കാണിച്ചു. ഒരു അടിപൊളി വീടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ വീഡിയോ അയച്ചു തന്നാൽ ഞാനത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 2 ദിവസം മുന്നേ. എന്നാലും അവിടെ പോയിട്ട് വീഡിയോ എടുത്ത് കാണാം. എന്തായാലും ഇവിടെ 2 സ്ഥലത്ത് വരുന്നുണ്ടല്ലോ. അപ്പോൾ കണ്ണൂർ തന്നെയാണ്. അപ്പോൾ കണ്ണൂരുകാരാണ് കൂടുതൽ ഈ അസ്മാഉലുസ്നെ വാങ്ങിച്ചേക്കുന്നത് നമ്മുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അടുത്ത് തന്നെ വേറൊരു വൈറ്റ് വിത്ത് ഗോൾഡിൻ്റെ വീഡിയോസ് നമ്മുടെ കയ്യിലില്ല. അപ്പോൾ അതിൻ്റെ കസ്റ്റമർ ഒന്ന് വിളിച്ച് നോക്കി ഇവിടെ അടുത്താണോ എന്ന് ചോദിക്കാം. അപ്പോൾ അത് കുറച്ച് ദൂരെയാണ് ഇവിടെ നിന്ന്. അതുകൊണ്ട് നമുക്ക് അവിടെ പോകാൻ പറ്റിയില്ല. എന്നാലും വീഡിയോസ് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്. കിട്ടുവാണെങ്കിൽ ഇൻഷാല്ലാ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാം. നമുക്ക് അവിടെ പോകാനായിട്ട് ഇവിടെ നിന്ന് പിന്നെ ഒരു 48 മിനിറ്റോ ഒരു 54 മിനിറ്റ് 1 മണിക്കൂറോളം പിന്നെ യാത്രയുണ്ട്. പിന്നെ നമുക്കിനി തിരിച്ചും പോകേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോയില്ല. മരങ്ങൾ വെട്ടിയിരുന്നോണ്ട് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ചെയ്ത വർക്കല്ല, പക്ഷേ നെയിം ബോർഡ് അക്രിലിക്കിൻ്റെ കറക്റ്റ് മഴയത്ത് ഒരു പ്രശ്നമില്ലാണ്ടിരിക്കുന്നുണ്ട്. ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ ഈ ഫസ്റ്റ് എൻട്രിയിൽ മാഷാ അല്ലാഹ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു നെയിം ബോർഡ് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഉള്ളിൽ കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു മാഷാ അല്ലാഹ് ലാഖുവത്ത ഇല്ലാ ബില്ലാ. ഇത് മെറ്റലിലാണ് ചെയ്തേക്കുന്നത്. മെറ്റലിൽ പൗഡർ കോട്ട് ചെയ്തത് അത്യാവശ്യം വലിയ സൈസിൽ തന്നെ ചെയ്തേക്കുന്നതാണ്. ഇതൊരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ഗോൾഡിൽ ചെയ്തിരിക്കുന്ന ആയത്തുൽ കുർസി. ഇനിയാണ് നമ്മുടെ മെയിൻ സാധനം. നമ്മൾ നേരെ തന്നെ കയറി വരുമ്പോൾ തന്നെ നമ്മൾ ഏറ്റവും ലോങ് വ്യൂവിൽ കാണുന്നതാണ് അസ്മാഉലുസ്ന ബ്ലാക്ക് വിത്ത് ഗോൾഡിൽ ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ പ്രൊഡക്റ്റ്. ഇതൊരു 120 സെൻറ്റിമീറ്റർ വീതി 60 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ ചെയ്തേക്കുന്നതാണ്. ഇഞ്ച് കണക്ക് പറയുകയാണെങ്കിൽ 60 ഇഞ്ച് വീതി 30 ഇഞ്ച് ഹൈറ്റിൽ ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഇതിനെ ഭംഗിയാക്കാനായിട്ട് കറക്റ്റായിട്ട് ഇവിടെ ഒരു ഗോൾഡ് ലൈനിങ് കൊടുത്തിട്ട് ഒരു ഫ്രെയിം കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ എന്ത് വെക്കണം എന്ന് ആലോചിച്ച് നമ്മളെ പ്രൊഡക്റ്റ് കണ്ടപ്പോൾ നമ്മളെ കോൺടാക്ട് ചെയ്ത് അവർ ഇതിന് സ്യൂട്ടായിട്ടുള്ള ഒരു സൈസിൽ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുത്ത ഒരു അസ്മാഉലുസ്നയാണിത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നേരെ കയറി വരുമ്പോൾ തന്നെ ഡൈനിങ്ങിൻ്റെ ഈ ലൈറ്റിങ്ങിൽ നല്ല വ്യൂ ഉണ്ട് ഈ ഒരു അസ്മാഉലുസ്ന ഇവിടെ ഇരിക്കുന്നതിൽ. അപ്പോൾ എനിക്ക് ഇതിൻ്റെ വീഡിയോസ് കാര്യങ്ങൾ അയച്ചു തന്നായിരുന്നു. അപ്പോൾ എനിക്ക് അത് നേരിട്ട് കാണണമെന്നും കാര്യങ്ങളുണ്ടായിരുന്നു. നമുക്ക് വീഡിയോസ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് കിട്ടാറില്ല. നമുക്ക് എപ്പോഴും മേക്കിംഗ് യൂണിറ്റിൽ നേരെ കൊറിയർ അയച്ച് അത് കസ്റ്റമറിന് നേരെ പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് വീഡിയോസ് കാര്യങ്ങൾ കിട്ടാറില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാൻ ഈ കാലിഗ്രഫി ഫിക്സ് ചെയ്ത ഒരു വീട്ടിലേക്ക് ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് മെയിനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സംഭവം.
അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കസ്റ്റമറിൻ്റെ വീടെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു വീടിൻ്റെ കുറച്ച് ഹോം വ്ലോഗ് പോലെ ഞാൻ കുറച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊരു വീഡിയോ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്. അത് കുറേ അധികം കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്, ഇതിൻ്റെ ഫുള്ള് കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഞാൻ അധികം ഹോം ടൂർ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, എന്നാലും എന്നാൽ കഴിയാവുന്നത്ര ഞാൻ രീതിയിൽ ഞാൻ ആ വീഡിയോ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയി കാണാം. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഡെസ്റ്റിനേഷനിലെത്തിയേക്കാണ്. ഇത് കണ്ണൂർ കൂത്തുപറമ്പ് അടുത്താണ് ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മളെ 3 പ്രൊഡക്റ്റാണ് ഇവർ നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങിക്കുന്നത്. അതിൻ്റെ മെയിൻ പ്രൊഡക്റ്റ് ഇത് മാഷാ അല്ലാ തബാറക്കല്ലാ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഗോൾഡിൽ ചെയ്തേക്കുന്നതാണ്. 80 സെൻറ്റിമീറ്റർ വീതിയുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ഉള്ളിലേക്ക് കാണുമ്പോൾ നമ്മൾ മെയിൻ ഡോർ ഫ്രണ്ട് ഡോർ തുറന്ന് മെയിനായിട്ട് കാണുന്നത് അസ്മാഉൽ ഹുസ്ന ബ്രൗൺ വിത്ത് ഗോൾഡിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു വെറൈറ്റി കളറാണ്. ഈ ഒരു കളർ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. ബ്ലാക്ക് വിത്ത് ഗോൾഡാണ് കൂടുതൽ ചെയ്തിട്ടുള്ളൂ. പിന്നെ വൈറ്റ് വിത്ത് ഗോൾഡും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഇവർ കറക്റ്റായിട്ട് ബ്രൗൺ വേണം എന്ന് പറഞ്ഞുകൊണ്ട് മൊത്തത്തിൽ ആ ഒരു രീതിക്ക് ചെയ്തതാണ് ബ്രൗൺ വിത്ത് ഗോൾഡ്. മൊത്തത്തിലൊരു വുഡൻ ഒരു ക്രീം ടച്ചിൽ ചെയ്തേക്കുന്നുണ്ട്. അത് കറക്റ്റായിട്ട് അവിടെ മാച്ച് ആവുന്നുണ്ട്. ആയത്തുൽ കുർസി ഇവിടെ ചെയ്തിട്ടുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ഒരു ആയത്തുൽ കുർസിയാണ്. നമ്മൾ സെക്കൻഡ് ലൊക്കേഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടുത്തെ കുറച്ച് വീഡിയോസ് കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഒരു വീഡിയോ ആയിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയി കാണാം. അപ്പോൾ ഈ വീട്ടിൽ നമ്മൾ 3 പ്രൊഡക്ട്സാണ് ചെയ്തിരിക്കുന്നത്. അസ്മാഉൽ ഹുസ്ന, പിന്നെ ഒരു ആയത്തുൽ കുർസി, പിന്നെ ഒരു മാഷാ അല്ലാ തബാറക്കല്ലാ. അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ പോയി. ഓക്കെ ബൈ.